രാഷ്ട്രീയത്തിൽ കരുണാകരനെ പോലൊരു അത്ഭുത പ്രതിഭാസത്തെ കേരളം കണ്ടിട്ടില്ല. കോൺഗ്രസ് രാഷ്ട്രീയം കണ്ട എക്കാലത്തെയും ലീഡർ കെ കരുണാകരനെ കുറിച്ച് അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഹൃദയത്തിൽ തൊട്ടെഴുതിയ വാക്കുകളാണിവ. കെ കരുണാകരനെ കുറിച്ച് തയ്യാറാക്കിയ ലീഡർ എന്നു പേരായ സ്മരണികയിലാണ് ഉമ്മൻചാണ്ടി തന്റെ മനസ്സ് തുറന്നത്. രാഷ്ട്രീയത്തിൽ കരുണാകരനെ പോലൊരു അത്ഭുത പ്രതിഭാസത്തെ കേരളം കണ്ടിട്ടില്ല. ചെറുപ്പത്തിൽ ആ മനസ്സു നിറയെ നിറങ്ങളായിരുന്നു. പതിനഞ്ച് വയസ്സുള്ളപ്പോൾ ചിത്രരചനയിൽ പ്രാവീണ്യം തെളിയിച്ച കരുണാകരനെ പിന്നീട് കാണുന്നത് തൊഴിലാളി പ്രസ്ഥാനത്തിലാണ്. തട്ടിൽ എസ്റ്റേറ്റ് മാനേജർ വധക്കേസിൽ കരുണാകരനെ കുടുക്കാൻ നോക്കിയെങ്കിലും കള്ളസാക്ഷ്യം കോടതി തിരിച്ചറിഞ്ഞു. രാജൻ കേസും കണിയാപുരത്തെ കാറപകടവും അതിജീവിച്ചു. വെല്ലൂർ ആശുപത്രിയിൽ നിന്നും അദ്ദേഹം അത്ഭുതകരമായി ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. തളരാത്ത പോരാട്ടങ്ങൾക്കൊടുവിൽ ഈ മണ്ണിൽ കിടന്ന് അദ്ദേഹം അന്ത്യശ്വാസം വലിച്ചപ്പോൾ അത് ഒരു കാലഘട്ടത്തിന്റെ തിരശീല താഴ്ത്തലായി. എന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കെ കരുണാകരൻ നടത്തിയ ഒരു ഇടപെടൽ നിർണായകമായിരുന്നു. 1973 അത്. കോൺഗ്രസ് സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. KPCCയിലേക്ക് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് 9 പേരെ തെരഞ്ഞെടുക്കേണ്ടതുണ്ട്. മന്ത്രി ഡോക്ടർ KG അടിയോടിയുടെ വീട്ടിലായിരുന്നു യോഗം. കെ കരുണാകരൻ അധ്യക്ഷൻ, KPCC അധ്യക്ഷൻ AK ആന്റണി യോഗത്തിൽ പങ്കെടുക്കുന്നു. 9-ലേറെ പേരുകൾ ഉയർന്നു വന്നപ്പോൾ യോഗം നീണ്ടു. ലിസ്റ്റ് വെട്ടിച്ചുരുക്കി 9 ലീഡർ എന്നെയാണ് നിയോഗിച്ചത്. താരതമ്യേന ജൂനിയറായ ഞാൻ കയ്യും കാലുമൊക്കെ പിടിച്ച് ലിസ്റ്റ് 10-ലെത്തിച്ചു. അതിൽ എൻ്റെ പേരുമുണ്ടായിരുന്നു. MLA എന്ന നിലയിൽ പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് KPCCയിൽ എത്താനാണ് ഞാൻ ആഗ്രഹിച്ചത്. പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്ന് മറ്റൊരാൾക്ക് അവസരം കിട്ടാൻ വേണ്ടി ഞാൻ മാറിക്കൊടുത്തിരുന്നു. പക്ഷേ എല്ലാവരും പോകാൻ തിടുക്കം കൂട്ടിയതോടെ എൻ്റെ പേര് വെട്ടി 9 പേരുടെ ലിസ്റ്റ് ഞാൻ നൽകി. തുടർന്ന് യോഗം ആ ലിസ്റ്റ് അംഗീകരിക്കുകയും ഭക്ഷണം കഴിക്കാൻ പിരിയുകയും ചെയ്തു. ഇതിനിടയിലാണ് എൻ്റെ പേര് വെട്ടിയ വിവരം ലീഡറുടെ ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് ലീഡർ കോൺഗ്രസ് ഭരണഘടന പരിശോധിച്ചപ്പോൾ മൊത്തം KPCC അംഗങ്ങളുടെ 5% പാർലമെന്ററി പാർട്ടിക്ക് അർഹതപ്പെട്ടതെന്ന് കണ്ടെത്തി. ഇതനുസരിച്ച് 3 പേരെ നാമനിർദ്ദേശം ചെയ്യാം. എന്നെ ഉൾപ്പെടുത്താൻ വേണ്ടി ലീഡർ ഒരു ന്യായവും കണ്ടെത്തി. 0.1% വന്നാൽ പോലും ഒരാളാകാമെന്നായിരുന്നു അത്. ഒരിക്കൽ കൂടി യോഗം ചേരണമെന്ന് ലീഡർ നിർദ്ദേശിക്കുകയും തന്റെ കണ്ടെത്തൽ അവരുടെ മുമ്പാകെ അദ്ദേഹം അവതരിപ്പിക്കുകയും ചെയ്തു. ഇതനുസരിച്ച് ഉമ്മൻചാണ്ടിയെ നാമനിർദ്ദേശം ചെയ്യുകയാണെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചപ്പോൾ ആ വൈഭവത്തിനു മുന്നിൽ ഞാൻ വിസ്മയത്തോടെ നിന്നു. സത്യത്തിൽ എന്തൊരു വിസ്മയകരമായ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെത് എന്ന് ഉമ്മൻചാണ്ടി അത്ഭുതം കൂറി. തൃശൂർ മുനിസിപ്പൽ കൗൺസിലിലേക്ക് 1945 മത്സരിച്ച് ജയിച്ചുകൊണ്ടാണ് തുടക്കം. കൊച്ചി നിയമസഭയിലേക്കും തിരുകൊച്ചി നിയമസഭയിലേക്കും തിരഞ്ഞെടുക്കപ്പെട്ടു. കേരള സംസ്ഥാന രൂപീകരണത്തിന് ശേഷം ആദ്യമായി നടന്ന 1957 തിരഞ്ഞെടുപ്പിലും 96 ലോക്സഭയിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിലും ഒഴിച്ചാൽ വിജയം എപ്പോഴും കരുണാകരനോടൊപ്പമായിരുന്നു. 65 മുതൽ 91 വരെ തുടർച്ചയായി 8 തവണ മാളയിൽ നിന്ന് ജയം. അങ്ങനെയാണ് അദ്ദേഹം മാളയുടെ മാണിക്യമായത്. മണ്ഡലം എങ്ങനെ നോക്കണമെന്ന് കരുണാകരനെ കണ്ടുപഠിക്കണം. പുതുതായി കൊണ്ടുവന്ന ഏത് സംരംഭത്തെയും മാളയിലാണ് ലീഡർ പരീക്ഷിച്ചത്. 67 മുതലാണ് കരുണാകര യുഗത്തിന് തുടക്കമിടുന്നത്. ഇതിനിടയിൽ അദ്ദേഹം ലീഡറായി മാറിക്കഴിഞ്ഞിരുന്നു. തൃശൂരിൽ ഒരു ചെറിയ യോഗത്തെ ഒരു യുവ നേതാവ് അഭിസംബോധന ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു കേൾവിക്കാരൻ ചോദിച്ചു, ആരാണ് ഈ ലീഡറെന്ന്. അങ്ങനെയായിരുന്നത്രേ തുടക്കം. 67 തെരഞ്ഞെടുപ്പിൽ EMSന്റെ സപ്തകക്ഷി മുന്നണി വൻ വിജയം കൊയ്തു. 133-ൽ 113 സീറ്റും ഇടതുപക്ഷത്ത്. കോൺഗ്രസിന് വെറും 9 സീറ്റ്. അലക്സാണ്ടർ പറമ്പിത്തറ എന്ന കോൺഗ്രസ് നേതാവിന്റെ പേരാണ് ആദ്യം പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചിരുന്നത്. അദ്ദേഹം ഒഴിഞ്ഞു മാറിയതോടെ ലീഡർ പ്രതിപക്ഷ നേതാവായി മാറി. കണ്ണിലെ കൃഷ്ണമണി പോലെ മന്ത്രിസഭയെ സംരക്ഷിക്കുമെന്നായിരുന്നു EMSന്റെ പ്രഖ്യാപനം. ഗോലിയാത്തിനെതിരെ ദാവീദ് പോരാടിയതുപോലെയായിരുന്നു ലീഡർ. നിയമസഭയിൽ പ്രസംഗിക്കാൻ പോലും ലീഡറെ ഭരണപക്ഷം അനുവദിക്കുമായിരുന്നില്ല. വോക്കൌട്ട് നടത്തുമ്പോൾ കൂക്കി വിളിക്കുമായിരുന്നു. ആഭ്യന്തര പ്രശ്നങ്ങൾ മൂലം 2 വർഷം കൊണ്ട് കൃഷ്ണമണി വീണുടഞ്ഞു. കേരളത്തിലെ കാലാവസ്ഥയിൽ കണ്ണിന്റെ സുഖക്കേട് അപകടകരമാം വിധം സാധാരണമാണെന്നായിരുന്നു ലീഡറുടെ അതിനോടുള്ള കമന്റ്.
70 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് 32 സീറ്റ് നേടി ഏറ്റവും വലിയ കക്ഷിയായി. 3 വർഷത്തിനിടയിൽ 9 നിന്ന് 32 ആ കുതിപ്പിൽ ലീഡർ പ്രധാന പങ്കുവഹിച്ചു. യുവാക്കൾക്ക് ആ തെരഞ്ഞെടുപ്പിൽ നല്ല പ്രാമുഖ്യം ലഭിച്ചു. AK ആന്റണി, N രാമകൃഷ്ണൻ, കൊട്ടറ ഗോപാലകൃഷ്ണൻ, AC ഷൺമുഖദാസ് എന്നിവരോടൊപ്പം ഞാനും നിയമസഭയിലെത്തി. കരുണാകരനായിരുന്നു കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ലീഡർ. പുതിയ അംഗങ്ങളോട് ലീഡർക്ക് പ്രത്യേക വാത്സല്യമുണ്ടായിരുന്നു. കാര്യങ്ങൾ പഠിക്കണമെന്നും നല്ല സാമാജികരാകണമെന്നുമൊക്കെ അദ്ദേഹം ഉപദേശിക്കുമായിരുന്നു. UDF സംവിധാനം 70 തെരഞ്ഞെടുപ്പിലാണ് നിലവിൽ വന്നത്. CPIയും RSPയും അന്ന് ഈ മുന്നണിയിലുണ്ടായിരുന്നു. തുടർന്ന് C അച്യുതമേനോന്റെ നേതൃത്വത്തിലുള്ള മന്ത്രിസഭ അധികാരമേറ്റു. ഭരണത്തിൽ പങ്കാളിയാകുന്നതിനെ യൂത്ത് കോൺഗ്രസ് എതിർത്തു. ആ മന്ത്രിസഭയ്ക്ക് മുന്നോട്ടു പോകണമെങ്കിൽ മന്ത്രിസഭയിൽ കോൺഗ്രസ് എത്തിച്ചേരണമെന്ന കരുണാകരന്റെ പ്രായോഗിക രാഷ്ട്രീയം പിന്നീട് വിജയം കണ്ടു. കരുണാകരൻ ആഭ്യന്തരമന്ത്രിയായി. നക്സൽ പ്രസ്ഥാനം കേരളത്തിൽ ശക്തി പ്രാപിക്കുന്ന കാലഘട്ടം. നിരപരാധികളുടെ വരെ തലയറുക്കപ്പെട്ടു. പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കപ്പെട്ടു. അത് വസന്തത്തിന്റെ ഇടിമുഴക്കമാണെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടു. നക്സൽ പ്രസ്ഥാനത്തെ അടിച്ചൊതുക്കിയതാണ് കരുണാകരന്റെ ഏറ്റവും വലിയ സംഭാവനയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അദ്ദേഹം ഇല്ലായിരുന്നെങ്കിൽ കേരളത്തിൽ എത്ര രക്തപ്പുഴകൾ കൂടി ഒഴുകുമായിരുന്നു എന്ന് സംശയം കൂറുന്നുണ്ട് ഉമ്മൻചാണ്ടി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന 77 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ദേശവ്യാപകമായി തകർന്നടിഞ്ഞപ്പോൾ കേരളത്തിൽ അത്ഭുതം സംഭവിച്ചു. UDFന് 111 സീറ്റ്. എങ്കിലും അടിയന്തരാവസ്ഥയുടെ മറവിൽ നടന്ന അതിക്രമങ്ങൾക്ക് പിന്നീട് കനത്ത വില നൽകേണ്ടി വന്നു. 33 ദിവസം കഴിഞ്ഞപ്പോൾ രാജൻ കേസിൽ K കരുണാകരന് മുഖ്യമന്ത്രി സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. ഞാൻ ആ മന്ത്രിസഭയിൽ അംഗമായിരുന്നു. തൊഴിൽ വകുപ്പാണ് എനിക്ക് ലഭിച്ചത്. തുടർന്ന് AK ആന്റണി മുഖ്യമന്ത്രിയാകുകയും ഞാൻ തൊഴിൽ മന്ത്രിയായി തുടരുകയും ചെയ്തു. തൊഴിലില്ലായ്മ വേതനം നടപ്പാക്കിയത് ആ മന്ത്രിസഭയാണ് എന്നും ഉമ്മൻചാണ്ടി ഓർത്തെടുത്തു. 80 തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി ജയിച്ചെങ്കിലും 16 മാസത്തിൽ താഴെ മാത്രമേ മന്ത്രിസഭയ്ക്ക് ആയുസ്സുണ്ടായിരുന്നുള്ളൂ. കോൺഗ്രസ് I ഉൾപ്പെടെ 71 പേരുടെ പിന്തുണയുമായി 1981 ഡിസംബറിൽ കരുണാകരൻ 2ാം വട്ടം മുഖ്യമന്ത്രിയായി. സ്പീക്കറുടെ കാസ്റ്റിംഗ് വോട്ടിൽ നിലനിന്ന ആ മന്ത്രിസഭയ്ക്ക് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. 82 തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കൈവരിച്ച് K കരുണാകരൻ 3ാം തവണ മുഖ്യമന്ത്രിയായി. കാലാവധി പൂർത്തിയാക്കുന്ന ആദ്യത്തെ സർക്കാർ എന്ന ഖ്യാതിയും ലഭിച്ചു. 91 ലീഡർ 4ാം തവണ മുഖ്യമന്ത്രിയായി റെക്കോർഡിട്ടു. അദ്ദേഹം മൊത്തം 10 വർഷം കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്നു. EK നായനാർ 3 തവണ മുഖ്യമന്ത്രിയായി 11 വർഷം കേരളത്തെ ഭരിച്ചിട്ടുണ്ട്. 1991 ഞാൻ അദ്ദേഹത്തിന്റെ മന്ത്രിസഭയിൽ ധനമന്ത്രിയായിരുന്നു. പ്രായോഗികതയും സ്പീഡും ഒത്തുചേർന്നപ്പോൾ ലീഡർ മികച്ച ഭരണാധിപനായി മാറി. ഭരണം ജനങ്ങൾക്ക് പ്രയോജനം ചെയ്യാനുള്ളതാണെന്ന തിരിച്ചറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. വികസന കാര്യങ്ങളിൽ പിന്നിൽ നിൽക്കുന്ന കേരളത്തിന് ലീഡറുടെ കാഴ്ചപ്പാട് ഏറെ പ്രയോജനം ചെയ്തു. നെടുമ്പാശ്ശേരി വിമാനത്താവളം ശൂന്യതയിൽ നിന്ന് അദ്ദേഹം സൃഷ്ടിച്ചെടുത്തു. കൊച്ചി ഗോശ്രീ പാലം, കലൂർ ഇന്റർനാഷണൽ സ്റ്റേഡിയം തുടങ്ങിയവ യാഥാർത്ഥ്യമാക്കി. ഇടതുപക്ഷം ശക്തമായ എതിർപ്പുമായി രംഗത്ത് വരികയും പിന്നീട് അവർ തന്നെ വാരിപ്പുണരുകയും ചെയ്ത എത്രയോ പദ്ധതികൾ കരുണാകരൻ നടപ്പാക്കി. 90കളിൽ ലീഡർ ദേശീയ രാഷ്ട്രീയത്തിൽ തിളങ്ങി നിന്നു. അതിനു മുമ്പ് ഇന്ദിരാജിയുടെയും രാജീവ് ജിയുടെയും വിശ്വസ്തനായി നിലകൊണ്ടു. രാജീവ് ഗാന്ധിയുടെ വധത്തെ തുടർന്നുണ്ടായ അനിശ്ചിതത്വത്തിൽ നിന്ന് കോൺഗ്രസിനെ പടുത്തുയർത്തുന്നതിൽ നിർണായക പങ്ക് വഹിക്കുകയും PV നരസിംഹറാവു പ്രധാനമന്ത്രിയാവുകയും ചെയ്തു. 1995 വ്യവസായ വകുപ്പിന്റെ ചുമതലയേറ്റു. 3 തവണ രാജ്യസഭയിലും 2 തവണ ലോക്സഭയിലും അംഗമായിരുന്ന അദ്ദേഹം കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയിലും ദീർഘകാലം അംഗമായിരുന്നു. ദേശീയ രാഷ്ട്രീയത്തിന് കേരളം നൽകിയ സംഭാവനയാണ് K കരുണാകരൻ. അനുയായികളെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിച്ചും പ്രവർത്തകരെ അംഗീകരിച്ചുമാണ് K കരുണാകരൻ കേരളം കണ്ട ഏറ്റവും വലിയ ജനകീയ നേതാവായി മാറിയത്. ആശ്രിത വത്സലൻ എന്ന പേരിൽ അഭിമാനം കൊണ്ടതേയുള്ളൂ അദ്ദേഹം. അടുത്തിടപഴകിയവർക്ക് ഓർമ്മയിൽ സൂക്ഷിക്കാൻ ഒരു കണ്ണുറുപ്പോ സ്നേഹസ്പർശമോ കാണുമായിരിക്കും. കോൺഗ്രസിനും സംസ്ഥാനത്തിനും ഓർമ്മയിൽ സൂക്ഷിക്കാൻ അദ്ദേഹത്തിന്റെ വിലപ്പെട്ട സംഭാവനകളുമുണ്ട്.